മഹാശിവരാത്രി. അതിനു മുമ്പ് ഓങ്കാരത്തിനെ കുറിച്ച് പറയട്ടെ. ഓങ്കാരം അഥവാ പ്രണവമന്ത്രം പരബ്രഹ്മത്തിൽ നിന്നും ഉത്ഭൂതമായതാണ്. മഹേശ്വരൻ്റെ അവയവങ്ങൾ ഓങ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന ബീജവർണ്ണങ്ങളുടെ വ്യക്തമായ തെളിവുകളാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്രവിട്ടെണീറ്റ് സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം ഓങ്കാരം ജപിക്കുന്ന ഏതൊരു വ്യക്തിയും ബ്രഹ്മജ്ഞാനത്തിന് അർഹനായിത്തീരും. നിരക്ഷരനായ ഒരു വ്യക്തിയായിരുന്നാലും ഉത്തമനായ ഒരു ആത്മീയ ഗുരുവിൻ്റെ സാത്വികോപദേശം സ്വീകരിച്ചിരിക്കുകയും അതിലൂടെ ജീവൻ്റെ രഹസ്യം അറിയാനും ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായ ശുദ്ധമായ വിജ്ഞാമൃതം അനുഭവിക്കാനും വേണ്ട സാധനയാണ് ഓങ്കാരജപം. തത്വങ്ങളോ ദർശനങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ അറിയാത്ത അറിവിൻ്റെ കാര്യത്തിൽ ദരിദ്രനായ വ്യക്തികൾക്ക് മോക്ഷപദം കണ്ടെത്താനുള്ള ഒരു ആത്മീയമായ അനുഷ്ഠാന പ്രക്രിയയാണ് ഓങ്കാരം. സർവദേവീ ദേവന്മാരും അവ കൈക്കൊള്ളുന്നതിന് പ്രേരകശക്തിയായി വർത്തിക്കുന്നത് കാരുണ്യസാഗരമായ മഹേശ്വരനാണ്. മഹേശ്വരൻ സാക്ഷാൽ പരബ്രഹ്മം, സ്വനിശ്ചയത്താൽ ഓങ്കാരം സ്വീകരിച്ചതുമാണ്. സകല ബീജാക്ഷരങ്ങളുടെയും ആദിസ്വരൂപം ഓങ്കാരമാണ്. ഈ സങ്കല്പത്തിൽ നിന്നും ഊരിത്തിരിയുന്ന അലംഘനീയമായ വസ്തുത എന്തെന്നാൽ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഓങ്കാരമെന്നും ഇതിൽ നിന്ന് ഭഗവാൻ അവതരിച്ചിട്ടുള്ളതുമാണെന്ന് മനസ്സിലാക്കാം. ഓങ്കാരജപം നിത്യവും ഒരു അനുഷ്ഠാനമായി നടത്തുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും അഷ്ടരാഗങ്ങൾ കുടിയൊഴിഞ്ഞു പോകുന്നു. അതായത് കാമം, ക്രോധം, മോഹം, ലോഭം, വധം, മാത്സര്യം, ഡംബ്, ഗർഭ് തുടങ്ങിയവയാണ്. അങ്ങനെ മനസാക്ഷേത്രത്തിൽ ഈശ്വര പ്രേമത്തിൻ്റെയും അദ്വൈത ചിന്തകളുടെയും അനശ്വര സങ്കല്പമലർ സുഗന്ധം പരത്തുന്നു. കൂടാതെ ചിത്തവൃത്തി വിരോധം കൈവരികയും പൂർണ്ണ വിരക്തി ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ സാത്വികാവസ്ഥ പ്രാപിക്കാൻ ഇടവന്നാലും ഓങ്കാരജപം തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ഒരു സാധകന് ലഭിക്കാൻ പോകുന്നത് അമൂല്യമായ വിശേഷ ഗുണങ്ങളാണ്. അവിരാമമായ ജപത്തിലൂടെ ഒരു ഭക്തന് തൻ്റെ ഷഡാധാരകളെ ഉണർത്താൻ കഴിയുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, അനഹതം, മണിപ്പൂരകം, ആജ്ഞ, വിശുദ്ധി എന്നിവയാണത്. മൂലാധാരത്തിൽ നിദ്ര കൊള്ളുന്ന ശക്തി തന്നെയാണ് പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്നു അഥവാ സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് ഉയർത്തുന്നത്. ആ ശക്തി ഓങ്കാരമായി തീരുന്ന അവസ്ഥയാണ് സച്ചിദാനന്ദ അവസ്ഥ. അതുകൊണ്ട് ഓങ്കാരത്തെ ഉപവസിച്ചാൽ ബ്രഹ്മജ്ഞാനത്തിന് അർഹരാകും. സകല ദുർവാസകനുകളും അകന്ന് സാക്ഷാൽ ബ്രഹ്മം തന്നെയായ പരമശിവനിൽ സ്ഥിരവാസമുറപ്പിക്കാൻ തക്ക വിധത്തിൽ ഹൃദയക്ഷേത്രം നിർമ്മലമായിരിക്കണം. അങ്ങനെയുള്ള ശാരീരികവും ആത്മീയവുമായ ശുദ്ധീകരണമുണ്ടായാൽ പരമശിവൻ മാനസോദ്യാനത്തിൽ സാന്നിധ്യം കൊള്ളും. മനുഷ്യരുടെയും പക്ഷി മൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഭാഷയും ശബ്ദവും ചലനവും എല്ലാം ഓങ്കാരമെന്ന ആദിമന്ത്രത്തിൻ്റെ വകഭേദങ്ങളാണ്. ഇനി ഞാൻ പറയട്ടെ, മഹാശിവരാത്രി. ഈ വർഷത്തെ ശിവരാത്രിക്ക് അനേകായിരം പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം 144 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. ആ കുംഭമേളയുടെ ഇടയിൽ അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ ഒരു മഹാശിവരാത്രി വന്നു ചേർന്നിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ച് 2 ഐതിഹ്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഒന്ന്, പാലാഴി മദന സമയത്ത് കാളകൂട വിഷം മഹാദേവൻ ഭുജിക്കുകയുണ്ടായി. അത് സ്വന്തം കണ്ഠനാളത്തിൽ തങ്ങിയിരിക്കുകയാണ്. പാർവതി മാതാവ് അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി വായി തപ്പിപ്പിടിക്കുകയും മഹാദേവൻ രോഗാവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലായി തീരുകയും ചെയ്തു. ഈ ഭൂമിയിലും ലോകത്തിലുമുള്ള സകല ജീവജാലങ്ങളും ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും മനുഷ്യരും എല്ലാവരും മഹാദേവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു ദിവസമാണ് മഹാശിവരാത്രി എന്ന് ഒരു ഐതിഹ്യം. രണ്ടാമത്, ഉത്ഭവ സമയത്ത് പ്രപഞ്ചോൽപത്തിയ സമയത്ത് വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും തമ്മിൽ ഉണ്ടായൊരു മത്സരമാണ്. ഒരു മഹാലിംഗത്തിൻ്റെ, അനന്തമായ ഒരു ലിംഗത്തിൻ്റെ അഗ്രവും അടിഭാഗവുമൊക്കെ നോക്കി മഹാവിഷ്ണുവും ബ്രഹ്മദേവൻ മുകളിലോട്ടും മഹാവിഷ്ണു താഴോട്ടും പോയി. വർഷങ്ങളോളം പോയിട്ടും ഇതിൻ്റെ അവസാനം കണ്ടെത്താൻ കഴിയാതെ അവർ തോറ്റ് മടങ്ങി വന്നു. അതിനെക്കുറിച്ചാണ്, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ചും മഹാശിവരാത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശിവരാത്രി വ്രതത്തിൻ്റെ വിധിയും മഹാത്മ്യവും വളരെ വലുതാണ്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ ചില സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനുമായി കൈലാസത്തിലെത്തി. ശ്രീ ശങ്കര ദർശന സൗഭാഗ്യം ലഭിച്ച വിഷ്ണുവും വിരിഞ്ചനും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു.
ശ്രീ ശംഭുവിൻ്റെ സമീപത്ത് ഭവാനി ദേവിയും ഇരിപ്പുണ്ടായിരുന്നു. അനന്തരം ശ്രീഹരി ഓങ്കാരപ്പൊരുളിനോട് ചോദിച്ചു, ശ്രീശങ്കര, എനിക്കും നാൽമുഖനും ചില സംശയങ്ങൾ തീർക്കാനുണ്ട് ഭഗവാനെ. ഏത് വ്രതാനുഷ്ഠത്തിലൂടെയാണ് അവിടുന്ന് പൂർണ്ണ സംതൃപ്തനായി ഇഷ്ടവരപ്രസാദം ഭക്തന്മാർക്കായി പ്രദാനം ചെയ്യുന്നത്? ശ്രീപത്മനാഭന്റെ ചോദ്യം കേട്ട ജഗദീശ്വരൻ സുസ്മേരവതനായി പറഞ്ഞു, നമ്മെ പ്രീതിപ്പെടുത്തുവാൻ ധാരാളം വ്രതങ്ങളുണ്ട്. എല്ലാ സൗഖ്യവും മോക്ഷവും പ്രദാനം ചെയ്യുന്നതാണ്. ഇവയിൽ പ്രധാനപ്പെട്ടവ 10 വ്രതങ്ങളാണ്. ഇവയെ ദശശൈവ വ്രതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രഹ്മജ്ഞാനം നേടി മോക്ഷപദത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ ഏത് വ്രതമായാലും അത് വിധിപൂർവം അനുഷ്ഠിക്കേണ്ടതാണ്. വളരെ ക്ലേശം അനുഭവിക്കേണ്ടതാണ് ഈ വ്രതങ്ങൾ. കറുത്തപക്ഷ അഷ്ടമിക്കും വെളുത്തപക്ഷ ഏകാദശി ദിവസവും ആഹാരം ഉപേക്ഷിക്കണം. എന്നാൽ കറുത്തപക്ഷി ഏകാദശി ദിവസം രാത്രി നമ്മെ പൂജിച്ചതിനു ശേഷം ആഹാരം കഴിക്കാവുന്നതാണ്. വെളുത്ത പക്ഷത്തിലെ ത്രയോദശി ദിവസവും രാത്രി ആഹാരം കഴിക്കാവുന്നതാണ്. എന്നാൽ കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസം ശിവവ്രതാനുഷ്ഠിക്കുന്ന ഭക്തർ ആഹാരം കഴിക്കാൻ പാടില്ലാത്തതാണ്. 2 പക്ഷത്തിലും പ്രത്യേക തിങ്കളാഴ്ച ദിവസം രാത്രി മാത്രം ആഹാരം കഴിക്കാം. ശിവവ്രതത്തിനും നമ്മുടെ അനുഗ്രഹത്തിനും താല്പര്യമുള്ളവർ ഈ നിയമങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതാണെന്ന് മഹാദേവൻ വിഷ്ണു ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ദിവസം ശിവഭക്തർക്കും ബ്രാഹ്മണർക്കും ആഹാരം നൽകേണ്ടതാണ്. മുക്തിമാർഗം ആഗ്രഹിക്കുന്ന ജ്ഞാനികൾക്ക് 4 വ്രതങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശിവപൂജ, രുദ്രമന്ത്രം, ശിവക്ഷേത്രങ്ങളിൽ ഉപവാസം, കാശിയിൽ മരണം, ഇവയാണ് 4 വ്രതാനുഷ്ഠാനങ്ങൾ. തിങ്കളാഴ്ച വരുന്ന അഷ്ടമി, കറുത്ത പക്ഷത്തിലെ ചതുർദശി എന്നീ ദിവസങ്ങളിൽ ഉപവാസനയോടെ വ്രതം അനുഷ്ഠിച്ചാൽ അത് നമ്മെ വളരെ പ്രീതിപ്പെടുത്തുന്നവയാണ്. അതുകൊണ്ട് നാരായണ, ഈ 4നെയും വെച്ച് ശിവരാത്രി വ്രതത്തിനാണ് ഏറ്റവും അധികം ശക്തിയുള്ളത്. അതിനാൽ മോക്ഷവും സൗഖ്യവും ആഗ്രഹിക്കുന്ന ഭക്തർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ വ്രതം സകലർക്കും ഉത്തമ ഫലപ്രാപ്തിയുണ്ടാക്കും. ശിവരാത്രി വ്രതം കോടി മഹാപാപങ്ങൾ ഇല്ലാതാക്കുന്നവയാണ്. ഹേ വിഷ്ണു ഭഗവാനെ, പിരിഞ്ച, നാം പറയുന്നത് ശ്രദ്ധയോട് കേൾക്കുക. നമ്മുടെ കാരുണ്യവും അപൂർവമായ വരപ്രസാദവും ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ ഭക്തൻ പ്രഭാതത്തിനു മുൻപ് നിദ്ര വിട്ടെണീറ്റ് സ്നാനം ചെയ്യണം. തികഞ്ഞ സംതൃപ്തിയോടും ഭക്തിയോടും കൂടി ശിവക്ഷേത്രത്തിൽ പോയി ശിവലിംഗ പൂജ ചെയ്യണം. പ്രേമാധിക്യത്തോട് നമ്മെ വണങ്ങിയതിനു ശേഷം നല്ല രീതിയിൽ സങ്കല്പം ചെയ്യണം. അല്ലയോ ദേവാദിദേവനായ മഹാദേവ നീലകണ്ഠ, അവിടത്തേക്ക് ഈ ഭക്തന്റെ വിനീതമായ നമസ്കാരം. അവിടുത്തെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ ഭക്തനാണ് ഞാൻ. ദേവാദിദേവ, അങ്ങയുടെ മഹാപ്രഭാവത്താൽ ഈ വ്രതത്തിന് യാതൊരുവിധ തടസ്സമോ ഉപദ്രവമോ ഇല്ലാത്ത പൂർണ്ണഭാഗമാക്കാൻ ഇടവരട്ടെ. കാമം തുടങ്ങിയ ശത്രുക്കൾ ഒരു വിധത്തിലും എന്നെ പീഡിപ്പിക്കാതിരിക്കാൻ അവിടുത്തെ പരമമായ കാരുണ്യം ഉണ്ടാകണമേ എന്ന് നമ്മോട് പ്രാർത്ഥിക്കണം. ഹേ വിഷ്ണു ഭഗവാനെ, ഇപ്രകാരം സങ്കല്പം നടത്തിയിട്ട് പൂജാ സാമഗ്രികൾ ഒരുക്കണം. ശിവലിംഗത്തിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്തു ആണ് പൂജാദ്രവ്യങ്ങൾ ഒരുക്കേണ്ടത്. മന്ത്രത്തിനനുസരിച്ചുള്ള പൂജാദ്രവ്യമാണ് സമർപ്പിക്കേണ്ടത്. മന്ത്രം ചൊല്ലാതെ നമ്മെ പൂജിക്കുന്നതിന് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. ഗീത, വാദ്യം, നൃത്തം മുതലായവയോടൊപ്പം ഭക്തി പുരസ്കാരം രാത്രിയുടെ 1-ാം യാമത്തിൽ പൂജ നടത്തിയിട്ട് ഭക്തർ മന്ത്രം ജപിക്കണം. പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും നമ്മെ പ്രീതിപ്പെടുത്തുക. വ്രതപൂർത്തീകരണത്തിന് വേണ്ടി ആ മഹാത്മ്യം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാത്രി മുഴുവനും മന്ത്രജപവും സ്തോത്രവും തുടരണം. പാർത്ഥിവലിംഗം നിർമ്മിച്ച പൂജ നടത്തുന്നത് വളരെയധികം വിശേഷമായിരിക്കും. പ്രഭാതത്തോടെ സ്നാനം നടത്തിയിട്ട് മന്ത്രം ജപിക്കണം. അങ്ങനെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിട്ട് കൈകൂപ്പി നമ്മെ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. അനന്തരം നമ്മുടെ പ്രീതിക്കായി ഇപ്രകാരം പ്രാർത്ഥിക്കണം. മഹാദേവ, അവിടുത്തെ ആജ്ഞയനുസരിച്ച് ഞാനിതാ വ്രതമനുഷ്ഠിച്ചിരിക്കുന്നു. കാരുണ്യവാനായ ഭഗവാനെ, പരമോത്തമമായ ആ വ്രതം പൂർണ്ണമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഞാനിതാ അതിന് വിസർജനം നടത്തുന്നു. ദേവാദിദേവ സർവേശ്വര ശർവ, ഈ ഭക്തന്റെ കഴിവിനനുസരിച്ച് ചെയ്ത ഈ വ്രതമൂലം അവിടുന്ന് എന്നിൽ ദയവ് ചെയ്ത് സന്തോഷിക്കണമേ, കനിയണമേ. ഇപ്രകാരം ചെയ്തതിനു ശേഷം നമുക്ക് പുഷ്പാഞ്ജലി സമർപ്പിച്ചിട്ട് യഥാവിധി ദാനം ചെയ്യണം. അനന്തരം ശിവഭക്തന്മാരായ ബ്രാഹ്മണർക്ക്, വിശേഷിച്ച് സന്യാസിമാർക്കും ആഹാരം കൊടുത്ത് പൂർണ്ണ സംതൃപ്തരായിട്ട് ആഹാരം കഴിക്കണം. ഇതാണ് മഹാശിവരാത്രി വ്രതം. ഈ വർഷത്തെ മഹാശിവരാത്രി അത്യന്തം ശ്രേഷ്ഠകരമാണ്. വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ച് മഹാദേവനെ പൂജിക്കുന്ന സകല ഭക്തജനങ്ങൾക്കും മഹാദേവൻ അനുഗ്രഹിച്ചിരിക്കും. കാരണം കുംഭമേളയോടൊപ്പം വിവിധ തരത്തിലുള്ള ഗ്രഹസന്നിവേശത്തോടൊപ്പം നടക്കുന്ന മഹാശിവരാത്രിയാണ് ഈ വർഷം. എല്ലാവർക്കും ആശംസകൾ.